മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്ര ഉപദേശക സമിതിയും 4 കരക്കമ്മിറ്റികളും പ്രകൃതി വനിതാ കൂട്ടായ്മയും കൃഷി വകുപ്പും സംയുക്തമായി ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിലെ സ്ഥലത്ത് ചെയ്ത ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മുതുകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിഷ സാംജിത്തും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സുലേഖയും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. മേജർ പത്തിയൂർ ശ്രീ ദുർഗാ ദേവി ക്ഷേത്ര ഉപദേശക സമിതിയും 4 കരക്കമ്മിറ്റികളും പ്രകൃതി വനിതാ കൂട്ടായ്മയും കൃഷി വകുപ്പും സംയുക്തമായി ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിലെ 1 ഏക്കർ സ്ഥലത്ത് നടത്തിയ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ സാംജിത്തും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സുലേഖയും സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി കൂട്ടായ്മ വനിതാ സംഘത്തിന്റെ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയത് വളരെയധികം സന്തോഷകരമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് മൊത്തത്തിൽ വന്ന് മേടിക്കാനും അവർക്ക് വിൽക്കപ്പെടാനും ഒരു സംരംഭം തുടങ്ങിയതിൽ തന്നെ വളരെ അത് പ്രകൃതി കൂട്ടായ്മ വനിതാ സംഘം എന്ന പേരിൽ തന്നെ അവർ അത് നടത്താൻ വളരെയധികം അതിലും എല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ പങ്കേറിയും ഇതിനോടൊപ്പം തന്നെ അവരോടൊപ്പം തന്നെ ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാനും എല്ലാം കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും അഭിമാനകരമാണെന്ന് വീണ്ടും ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ എല്ലാവിധ ഭാവങ്ങളും അവരിത് ബന്ദി കൊണ്ടുവന്ന് ഇവിടെ നട്ട് ഇതിനെ പരിപാലിച്ച് നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുവന്ന് ഇപ്പോൾ വിളവെടുപ്പ് നടക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിന് ഒരു അഭിമാനമായ കാര്യം തന്നെയാണ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സഹായിച്ച നമ്മുടെ കൃഷി ഓഫീസർ എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ ഇവിടെ ഇവരെ സഹായിച്ച ബാക്കിയുള്ളവർ വാർഡ് മെമ്പർമാർ എല്ലാവരും, വാർഡ് മെമ്പർ പിന്നെ അവരുടെ സ്വന്തം ആളാണ്, ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കും. ഒരു കാര്യത്തിനും അവരെ നിരുത്സാഹപ്പെടുത്തി കൊണ്ടുപോകാത്ത ഒരു വ്യക്തിയാണ് വാർഡ് മെമ്പർ. ഏതാണ്ട് 2500ഓളം പൂച്ചെടികൾ ബന്ദിച്ചെടികൾ ഇവിടെ നട്ടുവളർത്തി. അത് ഏതാണ്ട് 90% പൂത്ത് മനോഹര കാഴ്ചയായി ഇവിടെ നിൽക്കുകയാണ്. അതിൻ്റെ വിളവെടുപ്പിൻ്റെ ആദ്യ ദിനമാണ് ഇന്ന്. സുശീല, ഇന്ദിര, കുമാരി, മുക്തഹാസ്, അനില, ജലജ ഈ 6 അംഗ സംഘം 90 ദിനവും രാവിലെയും വൈകുന്നേരവും ഈ തോട്ടത്തിലെത്തി ഈ ചെടികളെ ശുശ്രൂഷിച്ചും അവർ പരിപാലിച്ചും മുന്നോട്ട് പോയതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്ന മനോഹരമായ പൂക്കൾ. ഇതിൻ്റെ പിന്നിൽ ക്ഷേത്രോപദേശ സമിതിയുണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭാരവാഹികളുണ്ട്, അതുപോലെ തന്നെ എല്ലാമായിട്ടുള്ള നമ്മുടെ കൃഷി ഓഫീസർ ദീപ മാഡമുണ്ട്. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് നമ്മൾ ബന്ദികൃഷി ഈ വർഷം നടത്തിയിരിക്കുന്നത്. 21 വാർഡുകളിലും വനിതാ കൂട്ടായ്മകളാണ് ബന്ദികൃഷി നടത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മളോട് ഒത്തുകൂടിയിരിക്കുന്നത് 6ാം വാർഡിലെ പ്രകൃതി വനിതാ കൂട്ടായ്മയുടെ ബന്ദികൃഷി ഉദ്ഘാടനത്തിനാണ്. വളരെ നല്ല രീതിയിൽ തന്നെ അവർ കൃഷി ചെയ്തിട്ടുണ്ട്. വാർഡ് മെമ്പർ ബി ഹരികുമാറിനോടും ഉപദേശക സമിതി സെക്രട്ടറി വിനോദിനോടുമൊപ്പം പ്രകൃതി കൂട്ടായ്മ അംഗങ്ങളായ സുശീല, ഇന്ദിര, സുകുമാരി, മുക്തഹാസ്, അനില, കൃഷി ഓഫീസർ ഡോക്ടർ ദീപ ആർ ചന്ദ്രൻ, CDS വൈസ് ചെയർപേഴ്സൺ ജലജ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുകുമാരൻ, വേണു ഫോക്കസ്, ശ്രീലേഖ ഫോക്കസ്, CDS അംഗമായ ശോഭന, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാകരൻ, അനിൽകുമാർ, സ്വാതി രഞ്ജിത്ത് ആയിക്കുന്നത്ത്, രാജൻ പാരൂർ, ദിനേശ് മംഗലത്ത്, ബിജു, ബാബു കണ്ടിലുപറമ്പിൽ, ചെറുകുന്നത്ത് മുരളി എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.